ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. തൃക്കണായ GUP സ്കൂളിൽ ഐലാബിന്റെ BRC തല പ്രവർത്തനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. വിജ്ഞാനപ്രദമായ പഠനത്തിന് തുടക്കമായി. വിദ്യാർത്ഥികളുടെ പഠനം വിജ്ഞാനപ്രദമാക്കുന്നതിനായി തൃക്കണായ GUP സ്കൂളിൽ ഐലാബിന്റെ BRC തല പ്രവർത്തനോദ്ഘാടനം നടന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുന്നോട്ട് പോയിരുന്ന ഒരു സ്ഥാപനമായിരുന്നു നമ്മുടെ സ്കൂൾ. ഇടക്കാലത്ത് നമുക്ക് കുറേ ചീത്തപ്പേരും നമുക്ക് സമ്പാദിക്കേണ്ടി വന്നു. അതിനൊക്കെ ശേഷമാണ് നമുക്ക് ആവശ്യത്തിനുള്ള അധ്യാപകരെ ഇപ്പോഴും പരിപൂർണമായിട്ടുണ്ട് എന്ന് പറയാറായിട്ടേ ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു HM നമ്മുടെ നാട്ടുകാരനായിട്ട് നമുക്ക് കിട്ടിയെന്നുള്ളതാണ് അതിലേറെ സന്തോഷം. ശശിഭാഷ് എൻ്റെ അയൽവാസി കൂടിയാണ്. ഇവിടെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു അധ്യാപകനെ ഇവിടെ HM ആയിട്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന ഉത്തമ വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. സാധാരണ നമ്മുടെ ഇതുപോലെയുള്ള വേദികളിലൊന്നും ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ പുകഴ്ത്തി പറയാറില്ല. പക്ഷെ ഇതിനു മുമ്പ് പഞ്ചായത്തിന്റെ മറ്റൊരു സ്കൂള് വടക്കേത്ര പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലുള്ള ഗ്രാമപഞ്ചായത്ത് അംഗം C ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. പഴയന്നൂർ BRC BPC പ്രമോദ് പദ്ധതി വിശദീകരണം നടത്തി. ഐലാബുമായി ബന്ധപ്പെട്ട വർക്ക് ബുക്കുകൾ ചടങ്ങിൽ വെച്ച വിദ്യാർത്ഥികൾക്ക് കൈമാറുകയും ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത, സ്കൂൾ പ്രധാന അധ്യാപകൻ ശശിപ്രകാശ്, പൊതുപ്രവർത്തകൻ T രാംകുമാർ, PTA പ്രസിഡന്റ് സുകന്യ, BRC ട്രെയിനർ ചാന്ദിനി, സ്റ്റാഫ് പ്രതിനിധി വിനീത തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ലാബുകളിൽ പരിചയസമ്പത്തോടുകൂടി അനുഭവിച്ച് പഠിക്കുന്ന രീതി, അനുഭവിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് 100% അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ മുഴുകി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ മനസ്സുകളിലും ബ്രെയിലും തങ്ങി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് പാഠ്യ പരിപാടികൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാണ് അനുഭവിച്ച് പഠിക്കുക. വായിക്കുന്നതോടൊപ്പം അനുഭവിച്ച് പഠിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടികൾ സത്യത്തിൽ നടത്തി വരുന്നത്. അത് നിങ്ങൾക്ക് ഗുണകരമാവുന്ന ഒരവസ്ഥയിലേക്ക് മാറണം. അപ്പോൾ അത്തരം ലാബ് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു ബുക്കാണ് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി വന്നിട്ടുള്ളതെങ്കിൽ പോലും തുടർന്ന് അതിനുള്ള ഉപകരണങ്ങൾ കൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CCV ന്യൂസ്, പഴയന്നൂർ.